ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും വീക്ക് ഓപ്പണിങ്ങും അതുപോലെ തന്നെ വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യയിലെ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. അമേരിക്കയിലെ മെജോറിറ്റി ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം നമ്മൾ ഇന്നലത്തെ ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ അടക്കം എല്ലാ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യയിലെ LPG റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ആണ്. വലിയ ക്ഷാമമാണ് LPGക്ക് നേരിടാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഓൾറെഡി ഹോട്ടൽ സ്റ്റോക്കുകളിൽ അതുപോലെ തന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഈ സ്റ്റോക്കുകളിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഷോർട്ടേജ് ആണ് LPGക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ക്രൈസിസിനെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇതുവരെ മാർക്കറ്റിൽ ദൃശ്യമായിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള LPG ഷോർട്ടേജ് റിയാലിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും മാർക്കറ്റ് ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്നും ആണെങ്കിലും ഗോൾഡും സിൽവറും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $5212 per ounceനാണ് സ്പോട്ട് ഗോൾഡ് എന്നും ആണെങ്കിൽ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിൽവർ $88.8 per ounceനാണ് സ്പോട്ട് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. ഇന്നലെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. മിനിഞ്ഞാന്ന് റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരുന്നു. അതേസമയം മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ട്രംപ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ അദ്ദേഹം ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടിട്ട് ഇന്ത്യയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് അമേരിക്കയിൽ ഒരു റിഫൈനറി ആരംഭിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയൊന്നും ഇത് അറിയിച്ചിട്ടില്ല. ട്രംപാണ് സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. 50 വർഷത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ ഒരു ഓയിൽ റിഫൈനറി നിർമ്മിക്കുന്നത് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. $300 ബില്യൺ ആണ് പ്രൊജക്ട് കോസ്റ്റ് വരുന്നത്. ഈ റിഫൈനറി കമ്മീഷൻ ചെയ്തതിന് ശേഷം 20 വർഷത്തേക്ക് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ റിലയൻസ് തന്നെ വാങ്ങി മാർക്കറ്റ് ചെയ്യും എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് റിയാലിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് റിലയൻസിനെ സംബന്ധിച്ച് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് എങ്ങനെയാണ് റിലയൻസ് എന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഈ ന്യൂസിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റിഫൈനറി റിലയൻസ് അമേരിക്കയിൽ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ, കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിലയൻസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ നമ്മുടെ കൺസ്ട്രക്ഷൻ രംഗത്തുള്ള കമ്പനികൾ, ക്യാപിറ്റൽ ഗുഡ്സ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ്. അതേസമയം പല ചൈനീസ് ജേവികളുള്ള കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഇന്ത്യയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് നിയമങ്ങളൊക്കെ മാറ്റം വരുത്താൻ പോവുകയാണ്. ഇതുവരെ ചൈന അടക്കമുള്ള പല കൺട്രികൾക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അത് മാറ്റും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 2-3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് വന്ന ദിവസങ്ങളിലെല്ലാം നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനികൾ അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് രംഗത്തുള്ള കമ്പനികളൊക്കെ താഴെ പോയിരുന്നു. ഒരു പക്ഷേ അത്തരത്തിലുള്ള നെഗറ്റീവ് റിയാക്ഷൻ എന്നും കാണിച്ചേക്കാം. എന്നിരുന്നാലും ഡിക്സൺ ടെക്നോളജീസ് അതുപോലെ തന്നെ ചൈനീസ് ഇലക്ട്രോണിക് കമ്പനികളായിട്ട് ജേവിയുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും ഗവൺമെന്റ് ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. റാംകോ സിസ്റ്റം ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റമായിട്ട് ടൈപ്പിലെത്തിൻ്റെ ഡിഫൻസ് MRO ഫെസിലിറ്റിയിൽ യൂസ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ എല്ലാം തന്നെ, ഏവിയേഷൻ സോഫ്റ്റ്വെയർ എല്ലാം തന്നെ റാംകോ സിസ്റ്റത്തിൻ്റെ ആയിരിക്കും. വളരെ പോസിറ്റീവ് ന്യൂസാണ് റാംകോ സിസ്റ്റത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ലോങ് റണ്ണിലേക്ക് ഏവിയേഷൻ സോഫ്റ്റ്വെയർ രംഗത്ത് വളരെ എക്സ്പെർട്ടൈസുള്ളൊരു കമ്പനിയാണ് റാംകോ സിസ്റ്റംസ്. അതോടൊപ്പം മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ HG Infra 401 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്നാണ്. വാരി റിന്യൂവബിൾ ടെക്നോളജീസ് 300 മെഗാവാട്ട് സോളാർ
ഫോട്ടോവോൾട്ടൈക് സെൽ പ്ലാന്റിൻ്റെ ഒരു ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവാണ്. മോറിപ്പൻ ലാബ് വലിയ രീതിയിലുള്ള എക്സ്പാൻഷനാണ് പ്ലാൻ ചെയ്യുന്നത്. 30 കോടി രൂപയുടെ അൺസെക്യൂർഡ് ലോൺ അവൈൽ ചെയ്യാൻ പോവുകയാണ്. റീസെൻ്റായിട്ട് ധാരാളം ഓർഡേഴ്സ് ബാക്ക് ചെയ്തിട്ടുള്ളൊരു സ്മോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് മോറിപ്പൻ ലാബ്. ഗോദാവരി ബയോ റിഫൈനറീസ് ജാപ്പനീസ് പാറ്റന്റ് നേടിയിട്ടുണ്ട്. വൈറൽ ഇൻഫെക്ഷനുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ്. ഗോദാവരി ബയോ റിഫൈനറീസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മെട്രോപൊളിസൻ ലാബ് 3:1 ബോണസ് അനൗൺസ് ചെയ്തിരുന്നു. റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 20 റെക്കോർഡ് ഡേറ്റ് വരുന്നത്. 3:1 ആണ് ബോണസ് റേഷ്യോ വരുന്നത്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ സ്റ്റാർ സിമെന്റ്, മഹാരാഷ്ട്ര സീമെൻസ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് എൻസൈം ടെക്നോളജീസ്, ഈ 3 സ്റ്റോക്കുകളിലാണ് പ്രൊമോട്ടേഴ്സ് വാങ്ങിയിട്ടുള്ളത്. ഇനി പൊതുവെയുള്ള മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒരു പക്ഷേ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് വരുന്ന ന്യൂസ് ഫ്ലോസ് വെച്ച് അസസ് ചെയ്യുമ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും വലിയ രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാൻ്റെ നഗരങ്ങളിലെല്ലാം തന്നെ ബോംബിട്ടിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം ഇറാൻ ഹോർമുസ് കടലിൽ കൂടെ പോകുന്ന US ഇസ്രായേൽ റിലേറ്റഡ് ഷിപ്പുകൾ ആക്രമിക്കാൻ വേണ്ടി മൈൻസൊക്കെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഈ മൈൻസ് മാറ്റിയില്ലെങ്കിൽ വീണ്ടും വലിയ രീതിയിൽ ഇറാൻ ആക്രമിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് UAEക്കും അതുപോലെ തന്നെ സൗദി അറേബ്യയ്ക്കും ബഹറിനും നേരെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സംഘർഷം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇതിന് ഒരു ശമനം വരാത്തിടത്തോളം കാലം നമ്മുടെ മാർക്കറ്റിലും ഒരു വോളാറ്റിലിറ്റിയും നെഗറ്റീവ് റിയാക്ഷനും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ്. മറിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സീസ് ഫയർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു ചെറിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിലും മറ്റു മാർക്കറ്റുകളിലൊക്കെ കണ്ടേക്കാം. 12ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ സംഘർഷം ആരംഭിച്ചിട്ട് ഇന്നത്തേക്ക്. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിട്ടുള്ള സംഘർഷം നോക്കുമ്പോൾ മാക്സിമം ഡേയ്സ് 12 ദിവസമായിരുന്നു. ഇന്ന് അവസാനിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ സംഘർഷമായിരിക്കും ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന സംഘർഷം. കൂടുതൽ സംഘർഷം നീളുന്നത് തീർച്ചയായിട്ടും ഗ്ലോബൽ എക്കണോമിക്കും അതുപോലെ തന്നെ ഇന്ത്യ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് LPG ക്ഷാമം വലിയ രീതിയിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ വന്നേക്കാം. അതോടൊപ്പം തന്നെ പെട്രോൾ, ഡീസൽ സപ്ലൈയിലൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നീജർക്ക് നെഗറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം. ഓൾറെഡി LPG റിലേറ്റഡ് കൺട്രോൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ഒപ്റ്റിമിസം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഈ സംഘർഷം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മറിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പല അപ്പ് മൂവ്സ് ഒക്കെ വന്നേക്കാം. കാരണം FDI നോംസിൽ ചേഞ്ചസ് വരികയാണ്. അപ്പോൾ ചൈനീസ് ജീവികളുള്ള ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം റിലയൻസ് ഇന്ന് ട്രംപ് അനൗൺസ് ചെയ്ത രീതിയിൽ അമേരിക്കയിൽ ഒരു ഓയിൽ റിഫൈനറി തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിലയൻസ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് ആയിരിക്കും അത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.